നമസ്കാരം. പ്രിയ കോവിലകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ പ്രിയ കൃഷ്ണ. ഇന്ന് വാർത്തകളിൽ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു പേരാണ് ഇ ഡി. ആരാണ് ഇ ഡി? എന്താണ് ഇ ഡി? അവരുടെ ചുമതലകളും അധികാരങ്ങളും എന്തൊക്കെയാണ്? ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അഥവാ ഇ ഡി. 1956 മെയ് 1 എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റ് എന്ന പേരിൽ തുടങ്ങിയ ഈ സ്ഥാപനം 1957 എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന പേര് സ്വീകരിച്ചു. ന്യൂഡൽഹിയിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം റോഡിലുള്ള പ്രവർത്തൻ ഭവനിലാണ് ഇ ഡിയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. രാഹുൽ നവീനാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഇപ്പോഴത്തെ ഡയറക്ടർ. ഇന്ത്യയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണല്ലോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്. ഇവർ പ്രധാനമായും 2 നിയമങ്ങളാണ് നടപ്പിലാക്കുന്നത്. ഒന്ന്, വിദേശ നാണയ വിനിമയവുമായി ബന്ധപ്പെട്ട ഫെമ നിയമം, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. മറ്റൊന്ന്, കള്ളപ്പണം വെളുപ്പിക്കലിനെതിരെയുള്ള PMLA നിയമം, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. ഹവാല ഇടപാടുകളും ഇതിൻ്റെ പരിധിയിൽപ്പെടുന്നവയാണ്. വിദേശ നാണയ വിനിമയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ഇ ഡിക്ക് നേരിട്ട് അന്വേഷണം നടത്താൻ സാധിക്കും. എന്നാൽ കള്ളപ്പണം വെളുപ്പിക്കലുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ ഇ ഡിക്ക് നേരിട്ട് അന്വേഷണം നടത്താൻ സാധിക്കില്ല. പകരം ലോക്കൽ പോലീസ്, CBI, ഇൻകം ടാക്സ് ഇങ്ങനെയുള്ള ഏജൻസികളുടെ FIR ഉണ്ടെങ്കിൽ മാത്രമേ ഇ ഡിക്ക് അന്വേഷണം നടത്താൻ സാധിക്കുകയുള്ളൂ. തങ്ങൾക്ക് ആവശ്യമായ രേഖകൾ കണ്ടെത്തുന്നതിന് റെയ്ഡുകൾ നടത്താനും ആവശ്യമെങ്കിൽ അറസ്റ്റുകൾ രേഖപ്പെടുത്താനും ഇ ഡിക്ക് അധികാരമുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യത്തിലൂടെ സമ്പാദിക്കുന്ന സ്വത്തുക്കൾ വിചാരണ തീരും മുമ്പ് തന്നെ ഇ ഡിക്ക് കണ്ടുകെട്ടാനുള്ള അധികാരവും ഉണ്ട്. ഇത്തരത്തിലുള്ള സ്വത്തുക്കൾ കൈമാറ്റം ചെയ്യുന്നതിനോ വിൽക്കുന്നതിനോ സാധിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള നടപടി ഇ ഡി സ്വീകരിക്കുന്നത്. ഇതിനെ പറയുന്ന പേരാണ് പ്രൊവിഷണൽ അറ്റാച്ച്മെൻറ്റ്. ഇ ഡിയുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായി ചോദ്യം ചെയ്യുമ്പോൾ രേഖപ്പെടുത്തുന്ന മൊഴികൾ കോടതിയിലെ മെയിൻ തെളിവുകളായിട്ട് പരിഗണിക്കാറുണ്ട്. സാധാരണയായി പോലീസ് സ്റ്റേഷനുകളിൽ നൽകുന്ന മൊഴികൾ ഒരിക്കലും കോടതിയിലെ ഒരു തെളിവായിട്ട് എടുക്കാറില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമായതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളിൽ നടത്തുന്ന റെയ്ഡുകൾ ഒരിക്കലും സംസ്ഥാന സർക്കാരിനെയോ പോലീസിനെയോ ഇ ഡി അറിയിക്കാറില്ല. അതിൻ്റെ രഹസ്യ സ്വഭാവം ഉള്ളതുകൊണ്ടും മാത്രമല്ല തെളിവുകൾ നശിപ്പിക്കാതിരിക്കുന്നതിന് വേണ്ടിയുമാണ് ഇങ്ങനെയുള്ള നടപടികൾ ഇ ഡി ചെയ്യുന്നത്. വളരെ പ്രമാദമായ പല അഴിമതി കേസുകളും ഇ ഡി തെളിയിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ടവയാണ് 2G സ്പെക്ട്രം അഴിമതി കേസ്, INX മീഡിയ കേസ്, അഗസ്ത വെസ്റ്റ്ലാൻഡ് ചോപ്പർ കേസ്. ഇവയെല്ലാം കർണാൽ സിംഗ്, സഞ്ജയ് കുമാർ മിശ്ര ഇവരൊക്കെ ഇ ഡിയുടെ വളരെ പ്രധാനപ്പെട്ട ഡയറക്ടേഴ്സ് ആയിരുന്നു. ഇവരുടെ കാലത്ത് ഒരുപാട് പ്രമാദമായ കേസുകൾ അന്വേഷിക്കാനും കണ്ടെത്താനും ഒക്കെ ഇ ഡിക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രയും നാളായി എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് ഒരു വനിതാ ഡയറക്ടർ പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലേക്ക് നിയമനം നടത്തുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ മുഖേനയാണ്. കേരളത്തിൽ ഈയിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇ ഡി റെയ്ഡ് എല്ലാവരും കേട്ടിരിക്കുമല്ലോ. കൊച്ചി ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന CMRL എന്ന് പറയുന്ന കമ്പനിയുടെ കള്ളപ്പണം ഇടപാടുകളെക്കുറിച്ചും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളായ വീണ വിജയൻ്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻ എന്ന് പറയുന്ന IT കമ്പനിയുമായിട്ടുള്ള പണമിടപാടുകളെക്കുറിച്ചും അന്വേഷിക്കാനാണ് ഇ ഡി കേരളത്തിൽ റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡിൽ വലിയ അക്രമങ്ങളൊക്കെ ഉണ്ടായതായിട്ട് എല്ലാവരും വാർത്തകളിലൊക്കെ കണ്ടിരിക്കുമല്ലോ. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ അവരുടെ ഡ്യൂട്ടിക്കിടെ തടസ്സപ്പെടുത്തുകയോ അവരെ ആക്രമിക്കുകയോ ചെയ്യുന്നത് വലിയ കുറ്റകൃത്യമാണ്. അതിന് നല്ല രീതിയിലുള്ള ശിക്ഷ ലഭിക്കും എന്നതിൽ യാതൊരു തർക്കവും വേണ്ട. ജാമ്യമില്ലാത്ത കേസാണ് ചുമത്തുന്നത്. ഇത് സാധാരണ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇന്ത്യയിലെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്ന ഒരു പ്രധാന ഏജൻസിയായ ഇ ഡിക്ക് ധാരാളം വിമർശനങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരാറുണ്ട്. പ്രധാനമായും സർക്കാരിൻ്റെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷത്തെ മിക്കവാറും ഇരകളാക്കാറുണ്ട് ഇ ഡി എന്നാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനം. പിന്നെ ഇ ഡിയുടെ അന്വേഷണത്തിന് കാലതാമസം എടുക്കുന്നത് മറ്റൊരു പ്രധാന വിമർശനത്തിന് കാരണമാണ്. ഒരുപാട് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ശിക്ഷകൾ കൊടുക്കുന്നത് വളരെ കുറവ് എന്നതും ഇ ഡിയെ സംബന്ധിച്ച് വല്ലാത്ത ഒരു വിമർശനം തന്നെയാണ്. ഇ ഡി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്ന ഏജൻസിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാലും ഇ ഡി ഉദ്യോഗസ്ഥരുടെ ഇടയിൽ തന്നെ ധാരാളം അഴിമതികൾ നടക്കാറുണ്ട്. പ്രത്യേകിച്ച് കൈക്കൂലി കേസുകളിൽ പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്ക് തക്കതായ ശിക്ഷയും നൽകിയിട്ടുണ്ട്. എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ പോലെയുള്ള ഈ മഹാരാജ്യത്ത് വലിയൊരു സാമ്പത്തിക കുറ്റകൃത്യം കണ്ടെത്തുന്നതിന് വേണ്ടി ഇങ്ങനെ ഒരു ഏജൻസി ഉള്ളത് നമ്മുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് വളരെ അനിവാര്യമാണ്.
NIA പോലെയുള്ള പല ഏജൻസികളെയും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കണ്ടെത്തുന്നതിൽ ED സഹായിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് നമ്മുടെ സാമ്പത്തിക മേഖലയിൽ വലിയ ഒരു സ്ഥാനം തന്നെയുണ്ട്. പുതിയ ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.